ഈ കാണുന്നതാണ് മാങ്കോസ്റ്റിൻ മരം. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ചിലർ കണ്ടിട്ടുണ്ടാവില്ല. ഈ മാങ്കോസ്റ്റിൻ മരത്തെപ്പറ്റി ആദ്യമായി ഞാൻ അറിയുന്നത് പ്രശസ്ത എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വീട്ടിൽ ഇത്തരം ഒരു വൃക്ഷമുണ്ടായിരുന്നു. അതിൻ്റെ ചുവട്ടിലായിരുന്നു അദ്ദേഹം വിശ്രമിച്ചിരുന്നത്. ഈ മരം ജാതിമരത്തിനെ പോലെ തന്നെ ആണ് കാഴ്ചയിൽ. അതിൽ പച്ച നിറത്തിലുള്ള കായകളുണ്ടാവും. അതിനുശേഷം പഴങ്ങളാവുമ്പോഴേക്കും അതിൻ്റെ നിറം മാറി ചുവപ്പ് നിറത്തിലേക്ക് വരും. ഇതാണ് ഞാൻ എടുത്തു വെച്ച പഴമായ മാങ്കോസ്റ്റിൻ. ഇത് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഒരു പഴുത്ത ഫ്രൂട്ടാണ്. അതിൻ്റെ മുകളിൽ കാണുന്ന ആ പൂ പോലുള്ള ഭാഗം, അതിൽ എത്ര ഇതളുകളുണ്ടോ അത്രയും അല്ലികൾ മാങ്കോസ്റ്റിൻ പഴത്തിനകത്തുണ്ടാവും. ചില മാങ്കോസ്റ്റിൻ പഴത്തിനകത്ത് 7 അല്ലികൾ വരെ ഉണ്ടാകും, ചിലതിൽ 6, ചിലതിൽ 5. അപ്പോൾ നമ്മൾക്ക് മാങ്കോസ്റ്റിൻ പൊളിക്കാതെ തന്നെ അതിനകത്ത് എത്ര ഇതളുകൾ ഇനി ഞാൻ എടുക്കുന്നത് 5 അല്ലികൾ ഉള്ള ഒരു മാങ്കോസ്റ്റിനാണ്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് നോക്കിയാൽ നമ്മൾക്ക് കറക്റ്റായി അതിനുള്ളിൽ 5 അല്ലികൾ ഉണ്ടാവും. നമുക്ക് നോക്കാം. കണ്ടോ, കറക്റ്റായി 5 അല്ലികളുണ്ട് അതിനുള്ളിൽ. അങ്ങനെ നമുക്ക് അല്ലികളുടെ എണ്ണം കണ്ടുപിടിക്കാം.